നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ആൻഡ്രോയിഡിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സെറ്റിങ്സിനെ കുറിച്ചിട്ടാണ്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് തന്നെയാണ്, പ്രൈവസിയെ ബാധിക്കുന്ന ഒരു സെറ്റിങ്സ് ആണ് ഇത്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല ആപ്ലിക്കേഷൻസും യൂസ് ചെയ്യാറുണ്ട്. പല ആപ്ലിക്കേഷൻസും യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇമെയിൽ ID വെച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്യാറൊക്കെ ഉണ്ട്. ആ സമയത്ത് പല പെർമിഷൻസും കൊടുക്കാറുണ്ട്. അതിനുശേഷം ചിലപ്പോൾ നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്യും, പക്ഷേ ഈ കൊടുത്ത പെർമിഷൻ തിരിച്ച് എടുക്കാറില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പെർമിഷൻസ് ഒക്കെ എങ്ങനെയാണ് ഒഴിവാക്കുക, അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ചില ആപ്ലിക്കേഷൻസ് ആയിരിക്കും, പക്ഷേ അതിലോട്ട് പെർമിഷൻസ് കൊടുക്കുന്നതിനോട് നമുക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പം അതൊക്കെ എങ്ങനെയാണ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയാൽ താഴെ ഗൂഗിൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ താഴത്തോട്ട് സ്ക്രോൾ ചെയ്താൽ സെറ്റിങ്സ് ഫോർ ഗൂഗിൾ ആപ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ കണക്റ്റഡ് ആപ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇതിൽ മുകളിൽ ഇമെയിൽ IDയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ പെർമിഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ വെബ്സൈറ്റൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ട് വരുന്നതായിരിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്താൽ എന്തൊക്കെ പെർമിഷൻസാണ് കൊടുത്തത്, അതുപോലെ തന്നെ എന്തൊക്കെ ഈ ആപ്പിന് കാണാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഈ ഒരു ആപ്പിന് എന്തൊക്കെ പെർമിഷൻസാണ് കൊടുത്തതെന്ന് വെച്ചാൽ പേഴ്സണൽ ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇമെയിൽ IDയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ചില ആപ്ലിക്കേഷൻസിന് അങ്ങനെ ആയിരിക്കില്ല. ചില ആപ്ലിക്കേഷൻസിന് നമ്മൾ കൂടുതൽ പെർമിഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ വാട്സപ്പിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഡ്രൈവ് എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാനും ഒക്കെ ഈ ഒരു വാട്സപ്പിന് പെർമിഷൻ ഉണ്ട്. പക്ഷേ വാട്സപ്പ് കുറച്ചും കൂടി ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്, അതുകൊണ്ട് അത് വലിയ പ്രശ്നമില്ല എന്നൊക്കെ പറയാവുന്നതാണ്. അപ്പം നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ വെബ്സൈറ്റോ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഇതിൽ നോക്കുക. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്കണക്റ്റ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും, അത് കൊടുക്കുക. അത് കൊടുത്താൽ പിന്നെ ഈ ഒരു വെബ്സൈറ്റിനോ അല്ലെങ്കിൽ ആപ്പിനോ നമ്മുടെ ഗൂഗിളിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സത്യം പറഞ്ഞാൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ സൈറ്റിലോട്ട് ഇമെയിൽ IDയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ലോഗിൻ ചെയ്യും. അതിനുശേഷം ചിലപ്പോൾ നമ്മുടെ ഡാറ്റ ലീക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചില ആപ്ലിക്കേഷൻസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ അത് മോശമായിട്ട് യൂസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു കാര്യം ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുക. എന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.